വിജയ് ചിത്രം ജനനായകന് എന്ന് തിയേറ്ററുകളിലെത്താൻ കഴിയും. സെൻസർ ബോർഡ് നൽകിയ അപ്പീൽ 2 മണിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. US സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് സെൻസർ ബോർഡ് അപ്പീൽ നൽകിയത്. റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട സെൻസർ ബോർഡ് നടപടി റദ്ദാക്കിയതോടെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ അപ്പീൽ എത്തിയത്. KB ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്രീധരൻ, ഇന്ന് കോടതി പരിഗണിക്കും അപ്പീൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതി നിശിതമായ വിമർശനത്തോടു കൂടിയാണ് എത്രയും പെട്ടെന്ന് US സർട്ടിഫിക്കറ്റ് നൽകണം, അല്ലെങ്കിൽ അത് മോശമായ സന്ദേശം നൽകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പീലിൽ കോടതി നിലപാട് എന്തായിരിക്കും എന്നുള്ളത് വിജയ് ആരാധകർ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ജനനായകന്റെ നിർമ്മാതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഉത്തരവാണ് കോടതി സിംഗിൾ ബെഞ്ച് നൽകിയത്. ഏതായാലും ഇതിനെതിരെയാണ് സെൻസർ ബോർഡ് ഉടൻ തന്നെ ഈ വിഷയം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ മെൻഷൻ ചെയ്തു. ഈ കേസ് ഹർജി നൽകാൻ സെൻസർ ബോർഡിനോട് അപ്പീൽ നൽകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് എത്രയും പെട്ടെന്ന് ഇത് പരിഗണിക്കാമെന്നുള്ള ഒരു കാര്യമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പറഞ്ഞത്. 2:15 മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൽ സെൻസർ ബോർഡ് ഒരുപക്ഷെ സമാനമായിട്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്, ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും മേൽക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ പോകാനുള്ള ഒരു നീക്കം സെൻസർ ബോർഡ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഈ ജനനായകന്റെ റിലീസ് വൈകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതായത് ഇന്ന് എന്തായാലും റിലീസില്ല എന്ന് തീരുമാനമായി കഴിഞ്ഞു. ഇനി ജനുവരി 14-ാം തീയതിയെങ്കിലും, പൊങ്കലിനെങ്കിലും ഈ ചിത്രം റിലീസിന് എത്തിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുള്ളത്. ഈ വിഷയം എല്ലാം ഇനി കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നതിനെ അപേക്ഷിച്ചിരിക്കും. ഇതിൽ സെൻസർ ബോർഡ് ചെയർപേഴ്സൺ എടുത്ത നിലപാടിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ചിത്രത്തിന് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. അതായത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട ഒരു വിഷയം അത് വീണ്ടും പരിഗണിക്കാൻ ചെയർപേഴ്സണ് ആവില്ല, അതിന് അധികാരമില്ല എന്നുള്ള ഒരു നിലപാടാണ് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എടുത്തത്. ഏതായാലും ഈ വിജയുടെ വിടവാങ്ങൽ ചിത്രം എന്നുള്ള രീതിയിലാണ് ജനനായകൻ ഏറ്റവും ശ്രദ്ധേയമാവുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ ടിക്കറ്റ് എല്ലാം തന്നെ ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വിറ്റുപോയിരുന്നു. ഇപ്പോൾ അതെല്ലാം റീഫണ്ട് ചെയ്ത് ആരാധകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം, കോടതി ഉത്തരവ്, അതിനെ ആഘോഷപൂർവമായാണ് ആരാധകരെല്ലാം തന്നെ ഏറ്റെടുത്തത്. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇനി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഈ വിഷയം ഇപ്പോൾ നിൽക്കുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് എത്തുകയാണെങ്കിലും അവിടെ നിന്നും സമാനമായ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാനാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ഈ നീക്കങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൂടെയാണ്. പൊങ്കലിനെങ്കിലും ഇനി ചിത്രം റിലീസിനെത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വിജയ് ആരാധകരും അണിയറ പ്രവർത്തകരും ഒക്കെ ഉറ്റുനോക്കുന്നത്.